ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഒന്നാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നിരവധി വായ്പാ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനത്തെയുള്ള ഒരു വായ്പാ സേവനങ്ങളിൽ ഒന്നാണ് വ്യക്തിഗത വായ്പകൾ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺസ്. ഗവൺമെന്റ് സർവീസുകളിൽ ജോലി ചെയ്യുന്നവർക്കും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും LIC ഏജന്റുമാർക്കും ഈ വായ്പയ്ക്ക് അർഹതയുണ്ട്. എന്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണിവേളയിൽ. വെൽക്കം ടു മൈ ചാനൽ. അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. ഏതൊരു ആവശ്യങ്ങൾക്കും നമുക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ വ്യക്തിഗത വായ്പകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. സാലറിയുടെ 10 ഇരട്ടയോ അല്ലെങ്കിൽ പരമാവധി 15 ലക്ഷം രൂപയോ ഇതിൽ ഏതാണോ കുറവ് അതാണ് നമുക്ക് വായ്പാ തുകയായിട്ട് ലഭിക്കുന്നത്. സാലറി ആയിട്ടുള്ള വ്യക്തികൾക്ക് LIC ഏജൻസിന് ആവറേജ് മന്ത്ലി കമ്മീഷന്റെ 10 ഇരട്ടയോ അല്ലെങ്കിൽ പരമാവധി 10 ലക്ഷം രൂപ ഇതിൽ ഏതാണോ കുറവ് അതാണ് വായ്പാ തുകയായിട്ട് ലഭ്യമാവുന്നത്. ഈ മുകളിൽ പറഞ്ഞ വായ്പാ തുക നമ്മൾ ലഭ്യമാകണമെങ്കിൽ നമുക്ക് വായ്പ ലഭിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ലോൺ തിരിച്ചടയ്ക്കും. അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ EMI ആയിട്ടായിരിക്കും. ഇങ്ങനെയുള്ള തിരിച്ചടവ് നമ്മുടെ സാലറി അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ എംപ്ലോയർ നമുക്ക് ഒരു ലെറ്റർ തരണം, അഥവാ പെർമിഷൻ തരണം. അല്ലെങ്കിൽ സാലറി വരുന്നത് നമ്മൾ ഏത് ബാങ്ക് ശാഖ അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ബാങ്ക് ശാഖയിൽ നിന്നാണ് വായ്പ എടുത്ത് നമ്മുടെ സാലറി അക്കൗണ്ട് അങ്ങോട്ട് മാറ്റണം. ഈ കണ്ടീഷൻസ് ബാങ്കിനുണ്ട്. കൂടാതെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സാലറിക്ക് തുല്യമായി സാലറി ഉള്ള 1-2 ജാമ്യക്കാരെയും ബാങ്ക് ആവശ്യപ്പെടും. ഈ ജാമ്യക്കാർക്കും ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്കും നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഈ സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ 750 മുകളിലെങ്കിലും കുറഞ്ഞ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഈ സിബിൽ സ്കോർ എന്നത് ഇതിനു മുമ്പ് നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് തിരിച്ചിട്ട് അടച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുവാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കൂടും. എന്നാൽ നമ്മൾ 3 തവണയിൽ കൂടുതൽ നമ്മൾ എടുത്ത വായ്പയുടെ EMI അടച്ചില്ലെങ്കിൽ അത് ബാങ്ക് നോൺ പെർഫോമിംഗ് അസറ്റായി രേഖപ്പെടുത്തുകയും അവർ സിബിലിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സിബിൽ സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. 300-നും 900-നും ഇടയിലുള്ള ഒരു നമ്പറാണ് ഈ സിബിൽ സ്കോർ. സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വായ്പയും ഒരു ബാങ്കിൽ നിന്നും പിന്നെ കിട്ടാതെ വരും. നിലവിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ വ്യക്തിഗത വായ്പകളുടെ വാർഷിക പലിശ നിരക്ക് 10.40% എന്നാൽ വായ്പ എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക. കാരണം ബാങ്ക് പോളിസീസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും അതുപോലെ തന്നെ റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും പലിശ നിരക്കിൽ എപ്പോഴും മാറ്റം ഉണ്ടാകാം. കൂടാതെ മറ്റ് GST, പ്രോസസിംഗ് ഫീസ് തുടങ്ങിയ ചാർജുകളും ബാങ്ക് ഈടാക്കും. ഇതിന്റെ പരമാവധി തിരിച്ചടവ് കാലാവധിയായി ലഭിക്കുന്നത് 60 മാസം വരെയാണ്. ഈ വ്യക്തിഗത വായ്പകൾ എന്ന് പറയുന്നത് ഒരു അൺസെക്യൂർഡ് ലോൺസ് ആണ് ബാങ്കിനെ സംബന്ധിച്ച്. കാരണം നമ്മൾ ബാങ്കിന് ഈടായിട്ട് നൽകുന്നില്ല, നമ്മുടെ വസ്തുവകളൊന്നും ഈടായിട്ട് നൽകുന്നില്ല. പകരം നമ്മളുടെ സാലറി അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് കൂടാതെ ജാമ്യക്കാരെയൊക്കെയാണ് നമ്മൾ ഇവിടെ ബാങ്കിന് വായ്പ ലഭിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബാങ്കിനെ സംബന്ധിച്ച് അൺസെക്യൂർഡ് ലോൺ ആണ്. അതുകൊണ്ട് പൊതുവെ പലിശ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള വായ്പകൾക്ക്. അതുപോലെ തന്നെ കൃത്യമായ എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ബാങ്ക് ആവശ്യപ്പെടും? നമ്മുടെ ID പ്രൂഫിനും അഡ്രസ് പ്രൂഫിനുമായിട്ട് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID തുടങ്ങിയ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വരുമാനം തെളിയിക്കാനായിട്ട് ജാമ്യക്കാരൻ്റെയും അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും സാലറി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒരു 6 മാസത്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, സാലറിയിൽ നിന്ന് എടുത്ത വായ്പയുടെ തിരിച്ചടവ് നടത്താനുള്ള സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാനുള്ള ലെറ്റർ തുടങ്ങിയവയും നമ്മൾ ബാങ്കിൽ ഹാജരാക്കണം. പ്രധാനമായിട്ടും ഇത്തരം രേഖകളാണ് ബാങ്ക് ആവശ്യപ്പെടുന്നത്. ചിലപ്പോൾ ഇതിൽ കൂടുതൽ രേഖകൾ ബാങ്ക് ആവശ്യപ്പെടാം. ഈ വായ്പയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി നൽകുന്നത്. നിങ്ങൾക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ശാഖയിൽ ബന്ധപ്പെടുക. എങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.